ഹലോ. അപ്പോൾ ദാ കാലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കണ ഇരുത്താണ് കേട്ടോ. ഒന്ന് പിന്നെ ചേച്ചിമാർ കളിക്കാൻ കൂടുള്ള കാരണം ആൾ നല്ല കളിയിലാണ്. നമ്മുടെ ഉമ്മറത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ആനയുടെ ഒരു രൂപമുണ്ട് കേട്ടോ. അപ്പോൾ അവളോട് ആ ആനയുടെ മുകളിൽ ഇരിക്കാൻ പറയും. എന്നിട്ട് ആൾ ഈ ആനയുടെ മുകളിൽ കയറിയിരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കളികൾ. നല്ല രസമായിട്ട് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് തോന്നും ശനി ഞായറും കൂടെ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. രാവിലെ തൊട്ട് ഉറങ്ങണ വരെ ഇവരെ തല്ല് തീർക്കാൻ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ കുളിക്കാത്ത കാരണം ഇപ്പോഴാണ് നേരം കിട്ടിയത് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ചെറിയൊരു മേക്കപ്പിലൊക്കെയാണ് കേട്ടോ. ഇതിന് മേക്കപ്പ് എന്നൊക്കെ പറയുമോ എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ക്രീം എടുത്ത് തേക്കും. കാരണം ഈ തണവ് അടിച്ച് കഴിഞ്ഞ് എൻ്റെ സ്കിന്ന് പൊതുവേ ഡ്രൈ സ്കിന്നാണ്. ഇപ്പോൾ പിന്നെ തണവ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ് കേട്ടോ മുഖം. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രീം കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് തേക്കും. പിന്നെ ഒരു പൊട്ടും കുറയും സിന്ദൂരും. അതാണ് നമ്മൾ മേക്കപ്പ്. അപ്പോൾ ബെഡൊക്കെ ആകെ അലങ്കോലമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വന്നപ്പോൾ വീണ്ടും അലങ്കോലാക്കാൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നത് കുറച്ച് നല്ല അടിപൊളി ഫ്രഷ് നമ്മളുടെ വേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഡപ്പയിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ ദേവുട്ടിയുടെ ഫേവറേറ്റ് ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെന്താണെന്ന് അറിയാം, അമൃതം പൊടി ഇല്ലേ, അതിങ്ങനെ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കുക. ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട്, നല്ല വെള്ളമാകാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ, എന്നിട്ട് കഴിക്കുക. ഇത് നമ്മൾ ചൂടാക്കി കൊടുത്താലോ കുറുക്കി കൊടുത്താലോ ഉണ്ണികൾക്ക് കൊടുക്കണ പോലെ കൊടുത്താലോ ഒന്നും ആൾ കഴിക്കില്ല. ഇനി പാലിലിട്ട് കൊടുത്താലും ആൾ കഴിക്കില്ല. ആൾക്ക് ഈ പച്ചവെള്ളത്തിൽ തന്നെ കലക്കി കുടിക്കണം. അപ്പോൾ വേപ്പിൻ്റെ ഇല നമ്മളവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് കുറേ ദിവസമായി നമ്മളുടെ ബീട്രൂട്ട് കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് വേഗം ഉപ്പേരിയാക്കാൻ വിചാരിച്ചു കേട്ടോ. ചോപ്പറുള്ള കാരണം ഇപ്പോൾ ബീട്രൂട്ട് അരിയാൻ സുഖമാണ് കേട്ടോ. അത് കാരണം അത് ഞാൻ വേഗം സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളുടെ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ രാവിലെ മീൻ വറുത്തതിൻ്റെ ആ ഒരു മീൻ മുട്ട ഉണ്ടല്ലോ, പഞ്ഞീനെന്ന് പറയണത്, അത് ഞാൻ വേറെ വെച്ചിരുന്നു. അത് ഞാൻ അതുപോലെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കി പൊരിച്ചിട്ട് വെക്കും കേട്ടോ. ഈ കുത്തിപ്പൊരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആക്കി വെക്കും കേട്ടോ. അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടേ കളഞ്ഞ് പാത്രങ്ങളും കഴുകി വെച്ചതിന് ശേഷം ഉച്ചയായപ്പോൾ ഞങ്ങളത് ഊണ് കഴിക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് സ്പെഷ്യൽ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ രാവിലെ ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കോവയ്ക്കുപ്പേരിയും അതുപോലെ നമ്മളുടെ ഈ മീൻമുട്ട ഉണ്ടല്ലോ പഞ്ഞീന്, അത് കോഴിമുട്ട ഇട്ടിട്ട് ഇതുപോലെ ഞാൻ ചിക്കി പൊരിച്ചതും ഒക്കെ കൂടിയിട്ടായിട്ട് ഞങ്ങൾ ഊണ് കഴിക്കുന്നത്. രുദ്ര നല്ല ഉറക്കമാണെങ്കിൽ അവനെ എണീപ്പിച്ചിട്ട് അവനും ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.